പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചു കഴിക്കാൻ പറ്റിയ നല്ലൊരു തൈര് രസത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, അതേ അളവിൽ തന്നെ കുരുമുളക്, ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ, 3 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി കുറഞ്ഞു പോവരുത്, ഏറെ എടുക്കണേ. വെളുത്തുള്ളി കുരുമുളകുമാണ് ഈ ഒരു രസത്തിൻ്റെ ടേസ്റ്റ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചതച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്, ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണോ ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 4-5 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒരു കളറ് നന്നായിട്ട് മാറി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ചും കൂടെയൊക്കെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ഒരു സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ചതച്ചെടുക്കുന്ന സമയത്ത് കുരുമുളക് പൊടി കുറച്ചും കൂടെ ഏറെ ചേർത്ത് കൊടുത്താൽ മതി. അര ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അളവിൽ തൈരെടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ ഈ ഒരു തൈര് തിളച്ച് പോകരുത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളത് കായപ്പൊടിയാണ്. ഞാനിവിടെ കായം എണ്ണയിലിട്ട് വറുത്ത് പൊടിച്ചെടുത്തതാണ്. അത് 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കണം. ഈ ഒരു കായവും മല്ലിയിലയും ലാസ്റ്റിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കടുക് വറുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ ഈ ഒരു കറിയിൽ നിൽക്കില്ല. എപ്പോഴും നമ്മൾ ലാസ്റ്റിൽ തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. നമ്മുടെ തൈര് രസം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ അടിപൊളിയാട്ടോ. വേറെ കറി വേണമെന്നൊന്നുമില്ല. ശരിക്കും കണ്ടാൽ മോര് കാച്ചതാണെന്ന് തോന്നും, പക്ഷേ രസത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്